ഇപ്പോൾ ആരംഭിക്കാൻ പോകുന്നു ദേശത്തിന്റെ ഏറ്റവും വലിയ പ്രോഗ്രാം ആപ്കി അദാലത്ത്. രജത് ശർമ്മയോടൊപ്പം നമസ്കാരം. ആപ്കി അദാലത്തിലേക്ക് നിങ്ങളെ സ്വാഗതം ചെയ്യുകയാണ്. ആപ്കി അദാലത്തിൽ ഇന്ന് വരാൻ പോകുന്നത് ഫിലിം വേൾഡിലെ ഒരു ഷൈനിങ് സ്റ്റാർ ആണ്. അദ്ദേഹം 35 വർഷങ്ങളായി ഫിലിമിൽ തിളങ്ങി നിൽക്കുന്ന ഒരു വ്യക്തിയാണ്. അദ്ദേഹം 250-ലും കൂടുതൽ പടങ്ങൾ അഭിനയിച്ചിട്ടുണ്ട്. ഇതിൽ പ്രധാനപ്പെട്ട ഒരു കാര്യം ഏതാണെന്ന് വെച്ചാൽ എന്ത് റോൾ ആണെങ്കിലും ശരി, എന്ത് ക്യാരക്ടർ ആണെങ്കിലും ശരി, ജനങ്ങൾ അദ്ദേഹത്തെ അത്രയധികം സ്നേഹിക്കുന്നുണ്ട്. പ്ലീസ് വെൽക്കം ഫിലിം സ്റ്റാർ ഓം പുരി. പിന്നെ ആപ്കി അദാലത്തിൽ ഈ സ്പെഷ്യൽ വിചാരണയ്ക്ക് വേണ്ടി ജഡ്ജിയായി നമ്മൾ ഇൻവൈറ്റ് ചെയ്തിരിക്കുന്നത് പ്രസിദ്ധ കാർട്ടൂണിസ്റ്റായ സുധീർ താലങ്കിനെയാണ്. അദ്ദേഹത്തെ സ്വാഗതം ചെയ്യാം. ആപ്കി അദാലത്തിൽ കുറ്റം ആരോപിക്കപ്പെട്ട വ്യക്തിയും ജഡ്ജിയും ജനങ്ങളുമുണ്ട്. ഇന്നത്തെ വിചാരണ തുടങ്ങുന്നതിന് മുൻപ് ഇന്നത്തെ ജഡ്ജിയായ സുധീർ തലങ്കിനോട് അതിനുള്ള അനുവാദം നമുക്കിപ്പോൾ ചോദിക്കാം. കോടതിയുടെ വിചാരണ ആരംഭിക്കട്ടെ. ആപ്കി അദാലത്തിൽ ഫിലിം സ്റ്റാർ ഓം പുരിയുടെ മേലുള്ള ആദ്യത്തെ കുറ്റാരോപണം. ആപ്കി അദാലത്തിൽ ഫിലിം സ്റ്റാർ ഓം പുരിയുടെ മേലുള്ള കുറ്റാരോപണം ഇദ്ദേഹം നിർബന്ധം പിടിച്ച് ഹീറോ ആകാൻ ശ്രമിച്ചു എന്നുള്ളതാണ്. ഓം പുരി സാർ, ഇത് സത്യമാണോ? താങ്കളുടെ കുട്ടിക്കാലത്ത് കണ്ണാടിയിലേക്ക് നോക്കി താങ്കളുടെ ആക്ടിംഗ് എന്നുള്ള ലക്ഷ്യം സാക്രിഫൈസ് ചെയ്യുമെന്ന് കേട്ടു. പിന്നെ എങ്ങനെയാണ് ഇത്രയും ദൂരം? സർ, കണ്ണാടി നോക്കുമ്പോൾ അങ്ങനെയാണ് തോന്നിയത്. പക്ഷെ എന്റെ ഫോട്ടോഗ്രാഫർ നല്ലവനായിരുന്നു. ഒരുപക്ഷെ എന്റെ ചെറുപ്പത്തിലുള്ള ഫോട്ടോ ഞാൻ നിങ്ങൾക്ക് കാണിച്ചാൽ അതിൽ ഒരു മാർക്ക് പോലും ഉണ്ടാവില്ല. കാരണം അത് നല്ല ക്ലീനായ ഒരു ഫോട്ടോയാണ്. താങ്കൾ ആക്ടർ ആകണമെന്ന് ആഗ്രഹിച്ച് മുംബൈയിലേക്ക് വരുന്ന സമയത്ത് താങ്കളോട് എത്രയോ പേർ പറഞ്ഞു, ഈ മുഖം വെച്ചുകൊണ്ട് വില്ലനും ചെയ്യാൻ പറ്റില്ല, കോമഡിയനും ചെയ്യാൻ പറ്റില്ല, ഹീറോയും ചെയ്യാൻ പറ്റില്ല, പിന്നെന്തിനാ പോകുന്നത്? എനിക്ക് ചില തെറ്റായ തീരുമാനങ്ങൾ ഉണ്ടായി. നാഷണൽ സ്കൂൾ ഓഫ് ഡ്രാമയിൽ വേൾഡ് സിനിമയെ ഞാൻ കണ്ടു. അതിൽ സത്യചിത്രയുടെ പടങ്ങളും ഉണ്ടായിരുന്നു, പിന്നെ ഋത്വി ഘട്ടക്കിന്റെ പടങ്ങളും ഉണ്ടായിരുന്നു. ഞാനത് കണ്ടപ്പോൾ എന്റെ മൂക്കിനേക്കാൾ വലിയ മൂക്കുകളൊക്കെ അവിടെ ഉണ്ടായിരുന്നു. മനസ്സിലായോ ഞാൻ പറയുന്നത്? അതുകൊണ്ട് ഈ ആന്റണി ക്യൂൻ ഉണ്ടല്ലോ, എന്നെക്കാളും വലിയ സുന്ദരനൊന്നുമല്ല. അതുകൊണ്ട് എനിക്കും തോന്നി എനിക്കും ആകാൻ പറ്റുമെന്ന്. എന്തുകൊണ്ട് പറ്റില്ല? ലാലു യാദവ് ഒരിക്കൽ പറഞ്ഞു, ബീഹാറിലുള്ള റോഡുകളെല്ലാം തന്നെ ഓം പുരിയുടെ മുഖം പോലെയാണ് ഇരിക്കുന്നത്. അദ്ദേഹം ആഗ്രഹിച്ചത് എന്താണെന്ന് വെച്ചാൽ ഓം പുരിയുടെ മുഖം പോലെയുള്ള ബീഹാറിലെ റോഡുകളെല്ലാം മാറ്റി ഹേമമാലിനിയുടെ മുഖം പോലെ ആക്കണമെന്നാണ്. ഒരുപക്ഷെ ഞാൻ എന്തെങ്കിലും പറഞ്ഞാൽ പിന്നെ അതവർക്ക് വളരെ പ്രയാസം ഉണ്ടാക്കും. പഞ്ചാബിൽ പറയണമെങ്കിൽ മിർച്ചിയിലാകെ. അങ്ങനെയാണെങ്കിൽ പ്ലാസ്റ്റിക് സർജറി ചെയ്യാൻ പറഞ്ഞ് ആരും താങ്കളോട് സജസ്റ്റ് ഒന്നും ചെയ്തില്ലേ? എനിക്കും സജസ്റ്റ് ചെയ്തു ഒരു പെണ്ണ്. അതിനുശേഷം അല്ലല്ല, പ്രായമായവരാണ്. സാർ, താങ്കൾക്കും വയസ്സായില്ലേ? ഇപ്പോ, പക്ഷെ ഇതിനു മുൻപ് യുവാവായിരുന്നു. എന്റെ ചെറുപ്പത്തിലുള്ള ഫോട്ടോസ് കണ്ടില്ലായിരുന്നു. സാർ, ഇപ്പോഴും താങ്കൾ വളരെ ഹാൻസം ആണ്. അല്ല, നിന്റെ പേരെന്താ മോളെ? കുട്ടിക്കാലത്ത് താങ്കൾ വളരെയധികം കഷ്ടപ്പെട്ടു എന്ന് കേട്ടു. അത് സത്യമാണോ? അതെ, അത് സത്യമാണ്. ഒരു ചായക്കടയിൽ താങ്കൾ ഗ്ലാസ് കഴുകുന്ന ജോലിയും ചെയ്തിരുന്നു. ആ സമയത്ത് എനിക്ക് 6 വയസ്സായിരുന്നു. ആ സമയത്ത് എനിക്ക് ഡ്രമ്മ് മാത്രമേ ഓർമ്മയിലുള്ളൂ. പിന്നെ കെറ്റിൽ ഓർമ്മയുണ്ട്, അടുത്ത് റോഡുണ്ടാകും അത് ഓർമ്മയുണ്ട്, പിന്നെ കടക്കാരന്റെ മീശയും ഓർമ്മയുണ്ട്. അതിനുശേഷം കുറച്ചുനാൾ ധാബയിൽ ജോലി ചെയ്തു. അതെ, ഡാബയിൽ ജോലി ചെയ്തു. പക്ഷെ അവരെന്നെ പിരിച്ചുവിട്ടു. കാരണം രാത്രി 10 മണിക്ക് എനിക്ക് ഉറക്കം വരും. അപ്പോൾ ഞാൻ പാത്രങ്ങളൊക്കെ ആ ചാമ്പലിൻ്റെ ഉള്ളിലേക്ക് ഒളിപ്പിച്ചു വയ്ക്കും.
അടുത്ത ദിവസം വഴക്ക് കേൾക്കും, ജോലിയിൽ നിന്ന് പുറത്താക്കും. സോ ദാബയിൽ നിന്നും താങ്കളെ പുറത്താക്കി. മറ്റൊരു കാര്യം കൂടി ഞാൻ അറിഞ്ഞു, അമ്മാവന്റെ വീട്ടിൽ നിന്നും പുറത്താക്കിയെന്ന്. അതെ, അദ്ദേഹവും പുറത്താക്കി. അദ്ദേഹം എന്നെ പുറത്താക്കിയത് നല്ല കാര്യമായി മാറി. കാരണം അദ്ദേഹം എന്നെ ഓവർസ്റ്റിയർ ആക്കണമെന്ന് വിചാരിച്ചു. ഇപ്പോൾ ഒന്ന് ആലോചിച്ച് നോക്കൂ, ഞാൻ ഓവർസ്റ്റിയർ ആയിരുന്നെങ്കിൽ എന്തായിരിക്കും ഗതിയെന്ന്. പക്ഷേ ദൈവം... അമ്മാവൻ പുറത്താക്കിയ സമയത്ത് താങ്കൾ കരിയർ സ്റ്റാർട്ട് ചെയ്യാൻ തുടങ്ങി. നാഷണൽ സ്കൂൾ ഓഫ് ഡ്രാമയിൽ പോയി ചേർന്നു. പക്ഷെ അവിടെ വെച്ചോ അവരൊരു കാര്യം പറഞ്ഞു, താങ്കൾക്ക് സ്വരം വരില്ല, അതുകൊണ്ട് പാടാൻ പറ്റില്ലെന്ന്. താങ്കൾക്ക് ഡാൻസും വരില്ല, അതുകൊണ്ട് ആക്ടർ ആകാൻ ശ്രമിക്കേണ്ടെന്നും പറഞ്ഞു. ഇത് എന്റെയും നസീറുദ്ദീൻ ഷായുടെയും മണ്ടത്തരമായിരുന്നു. ഞങ്ങൾ ഡാൻസ് ആൻഡ് മ്യൂസിക് ആൻഡ് സിംഗിങ് NSCയിൽ സീരിയസ് ആയി എടുത്തില്ല. സീരിയസ് ആയി എടുക്കണമായിരുന്നു. കാരണം ഞങ്ങൾക്ക് എന്താ തോന്നിയെന്ന് വെച്ചാൽ, ഞങ്ങളെന്താ ഡാൻസറാകാൻ വന്നതാണോ അല്ല സിംഗറാകാൻ വന്നതാണോ എന്ന്. പക്ഷേ എന്തിനു വേണ്ടിയാണ് സിംഗിങ് ചെയ്യിക്കുന്നതെന്ന് വെച്ചാൽ, നമ്മുടെ വോയിസ് കൾച്ചർ, നമ്മുടെ വോയിസിൽ വേരിയേഷൻസ് കിട്ടും, ഡെപ്ത് കിട്ടും, പിന്നെ വോയിസിലൊരു ഫ്രീനെസ് കിട്ടും. അതിനു വേണ്ടിയാണ്. പിന്നെ ഡാൻസ് എന്തിനാണെന്ന് വെച്ചാൽ ബോഡി ഗ്രേസ്ഫുള്ളായി മാറാൻ വേണ്ടിയാ, അല്ലാതെ ഞങ്ങളെ ഡാൻസറാക്കാൻ വേണ്ടിയല്ല. അതുകൊണ്ട് ഞങ്ങൾക്ക് ആ കാര്യം മനസ്സിലായില്ല. മറ്റൊരു അതിശയകരമായ കാര്യം എന്താണെന്ന് വെച്ചാൽ, താങ്കൾ ഇംഗ്ലീഷിൽ വളരെ വീക്കാണ്. പക്ഷേ ഹോളിവുഡിൽ അഭിനയിക്കാൻ വേണ്ടി താങ്കൾ പോയി. അയ്യോ എന്റെ ദൈവമേ, നിങ്ങൾ എന്നെ നാറ്റിക്കാതെ ഇവിടുന്ന് പറഞ്ഞു വിടില്ലെന്നാ തോന്നുന്നു. തലവനെ, ഞാൻ നിങ്ങൾക്ക് എന്ത് ദ്രോഹ ചെയ്തത്? സത്യം ജനങ്ങൾ മനസ്സിലാക്കട്ടെ എന്ന് കരുതിയാണ് ഞാൻ പറയുന്നത്. ശരി സർ, നിങ്ങൾ അങ്ങനെ തന്നെ ചെയ്തോളൂ. ഇത് സത്യമാണ് സർ. ഞാൻ പഞ്ചാബി മീഡിയത്തിലാണ് പഠിച്ചത്. ഓക്കെ, പിന്നെ അതുകൊണ്ട് ഞാനിന്ന് ഒരുപാട് അഹങ്കരിക്കുന്നു. അതായത് ഇംഗ്ലീഷ് എന്താണെന്ന് വെച്ചാൽ, നാഷണൽ സ്കൂൾ ഓഫ് ഡ്രാമയിൽ ഇംഗ്ലീഷ് മീഡിയത്തിലേക്ക് വന്നപ്പോൾ അവിടെയുള്ള എല്ലാവർക്കും ഈ കാര്യം മനസ്സിലായി. ഞാൻ വീണ്ടും പഞ്ചാബിലേക്ക് പോകാൻ ആഗ്രഹിക്കുന്നു എന്ന്. ഇംഗ്ലീഷ് കാരണം ഞാൻ ഒരുപാട് പ്രയാസപ്പെട്ടു. സോ അവരെന്തു പറഞ്ഞു എന്ന് വെച്ചാൽ, നോക്കൂ, ഇത് വെറും ഒരു ഭാഷയാണ്. നീ എങ്ങനെ പഞ്ചാബി സംസാരിക്കുന്നു, ഹിന്ദി സംസാരിക്കുന്നു, അതുപോലെ ഇതും ഒരു ഭാഷയാണ്. അവരെനിക്ക് 2-3 ടിപ്സ് നൽകി. ഇംഗ്ലീഷ് പേപ്പർ ദിവസവും നല്ല ഒച്ചയ്ക്ക് വായിക്കാൻ, പിന്നെ റേഡിയോയിൽ ഇംഗ്ലീഷ് ന്യൂസ് കേൾക്കൂ, പിന്നെ 2 പേർ ഇംഗ്ലീഷ് സംസാരിക്കുമ്പോൾ അത് ശ്രദ്ധിക്കൂ, എന്നിട്ട് സംസാരിക്കൂ. ഒരുപക്ഷെ തെറ്റായിപ്പോയാൽ അതിനെക്കുറിച്ച് ഓർത്ത് വിഷമിക്കണ്ട, നാണിക്കാതെ സംസാരിക്കുന്നു. ഞാൻ നാണിക്കാതെ സംസാരിച്ചു. പിന്നെ പഠിച്ചിട്ട് 20 ഇംഗ്ലീഷ് മൂവീസ് ചെയ്തു. ഓംപുരി സർ, താങ്കൾ അങ്ങനെയുള്ള ഒരു ബാക്ക്ഗ്രൗണ്ടിൽ നിന്ന് വന്ന് വളരെയധികം അച്ചീവ് ചെയ്ത് കഴിഞ്ഞിരിക്കുന്നു. നല്ല നല്ല സിനിമകൾ ചെയ്തു, താങ്കൾ നന്നായിട്ട് ഇംഗ്ലീഷ് പഠിച്ചിരിക്കുന്നു. ഇതെല്ലാം സത്യത്തിൽ വളരെ നല്ല കാര്യമാണ്. ഇവിടെയുള്ള യങ്സ്റ്റേഴ്സിന് വളരെ ഇൻസ്പിറേഷൻ ആയിട്ടുള്ള ഒരു കാര്യം തന്നെയാണ്. പക്ഷേ താങ്കളുടെ പേര് കുറ്റാരോപണങ്ങളുടെ ഒരു ലിസ്റ്റ് തന്നെയുണ്ട്. ഇപ്പോൾ നമുക്കൊരു ബ്രേക്ക് എടുക്കാം. ബ്രേക്കിന് ശേഷം ആപ്കി അദാലത്തിൽ ഓംപുരിയുടെ ഉള്ള ചോദ്യങ്ങളും അതിനുള്ള ഉത്തരവും നമുക്ക് കേൾക്കാം. अर्जुन सिंह, ओए द्रौपदी तेरी अकेले की नहीं है, हम सब शेयर होल्डर हैं. വെൽക്കം ബാക്ക്. ആപ്കി അദാലത്തിൽ ഇന്നത്തെ നമ്മുടെ അതിഥി പ്രസിദ്ധനായ സിനിമാ നടനായ ഓംപുരിയാണ്. ആപ്കി അദാലത്തിലെ അടുത്ത കുറ്റാരോപണം. ആപ്കി അദാലത്തിൽ ഫിലിം സ്റ്റാർ ഓംപുരിയുടെ മേലുള്ള കുറ്റാരോപണം, അദ്ദേഹം എപ്പോഴും ദുഃഖത്തോട് കാണപ്പെടുന്നു എന്നുള്ളതാണ്. ഓംപുരി സാർ, താങ്കൾ ചെയ്ത എത്രയോ സിനിമകൾ, ആക്രോഷ്, അർദ്ധസത്യ, ഇതിൽ അഭിനയിച്ചതിന് താങ്കൾക്ക് പ്രശംസകൾ കിട്ടി, നല്ലൊരു ആർട്ടിസ്റ്റ് എന്നുള്ള പേര് കിട്ടി. പക്ഷേ നല്ല പോപ്പുലർ ആയില്ല എന്നുള്ളൊരു ദുഃഖം താങ്കൾക്കുണ്ടായിരുന്നു. എന്ത് പോപ്പുലർ ആയില്ലേ? എന്നെക്കുറിച്ച് പാർലമെന്റിൽ വരെ സംസാരിക്കുന്നു. പക്ഷെ നിങ്ങളോ പോപ്പുലർ ആയില്ലെന്ന് പറയുന്നു. ജനങ്ങൾ താങ്കളെ ഒരു നല്ല ആർട്ടിസ്റ്റ് എന്ന് മനസ്സിലാക്കാൻ തുടങ്ങിയതിന് ശേഷം താങ്കൾ ഇങ്ങനെയുള്ള സിനിമകൾ അഭിനയിക്കാൻ തുടങ്ങി. ഹേരാ പേരി, പിന്നെ ചാച്ചി 420. ഇതൊക്കെ പണം സമ്പാദിക്കാൻ വേണ്ടിയല്ലേ? അതെ, പണമുണ്ടാക്കാൻ വേണ്ടിയാണ് ഇത്. സത്യമാണ്, ഇതൊരു കോംപ്രമൈസ് ആണ്. ആക്ച്വലി ഞാൻ വന്നത് സത്യത്തിൽ ഈ സമൂഹത്തെ മാറ്റാമെന്ന് വിചാരിച്ചാണ്. പക്ഷേ പിന്നീടാണ് അറിഞ്ഞത് ഇത് വളരെ പ്രയാസമുള്ള കാര്യമാണ്. ഇവിടെ വലിയ വലിയ ജാമ്പവന്മാരുണ്ടെന്ന്. അവരൊന്നും മാറ്റാൻ സമ്മതിക്കില്ല. നോക്കൂ, താങ്കളുടെ ആദ്യത്തെ സിനിമയായ അർദ്ധസത്യ വളരെയധികം ഹിറ്റായിരുന്നു. അതെ, സത്യത്തിൽ ആ സിനിമ അമിതാഭ് ബച്ചന് വേണ്ടി എഴുതിയ സിനിമയായിരുന്നു. ഞാനും അത് കേട്ടു.
അതായത് ബച്ചൻ സാറിനോട് കഥ പറഞ്ഞു. ബച്ചൻ സാറിന് വേണ്ടിയാണ് ഈ സ്ക്രിപ്റ്റ് എഴുതിയത്. പക്ഷെ നന്നായി അദ്ദേഹം അത് നിരസിച്ചു. ഞാൻ അദ്ദേഹത്തോട് വളരെ നന്ദി പറയുന്നു. പക്ഷേ ഇപ്പോൾ കാലം മാറിയിരിക്കുകയാണ്. താങ്കൾ ചെയ്തതുപോലെയുള്ള ക്യാരക്ടറൊക്കെ വലിയ വലിയ ഹീറോസ് ചെയ്യാൻ തുടങ്ങിയിരിക്കുന്നു. ബച്ചൻ സാറാണ് ഇത് എല്ലാവരെയും പഠിപ്പിച്ചത്. കാരണം ആദ്യം തുടങ്ങിയത് അദ്ദേഹമാണ്. ഞങ്ങളൊക്കെ വിചാരിച്ച ഞങ്ങൾക്ക് വയസ്സായി, അതുകൊണ്ട് ഞങ്ങൾക്ക് നല്ല വയസ്സൻ ക്യാരക്ടർ ലഭിക്കുമെന്ന്. പക്ഷെ ഇപ്പോൾ ബച്ചൻ സ്റ്റാറാണ്. എല്ലാവരും അദ്ദേഹത്തിന്റെ അടുത്തേക്ക് പോകും. അർദ്ധസത്യ, ഈ സിനിമ ചെയ്യുന്നതിന് മുൻപ് താങ്കൾ സ്വയം ഒരു പോലീസുകാരനാണെന്ന് കരുതി എന്തൊക്കെയോ കാര്യങ്ങൾ ചെയ്തെന്ന് ഞാൻ കേട്ടു. സത്യമാണത്? അപ്പൊ ഞാൻ ആരാണെന്ന് അറിയാത്തതുകൊണ്ട് പോലീസുകാർക്കും എന്നെ അറിയില്ലായിരുന്നു. ആ സമയമാണ് ആക്രോഷ് റിലീസായത്. അതുകൊണ്ട് ഞാൻ മിണ്ടാതെ അവരെ അബ്സോർബ് ചെയ്തുകൊണ്ടിരുന്നു. പിന്നെ ഞങ്ങളുടെ പടങ്ങളിൽ കാണിക്കുന്ന ബിഹേവിയർ അത് അവർക്ക് ഓപ്പോസിറ്റായിരുന്നു, വളരെ ഓപ്പോസിറ്റായിരുന്നു. പിന്നെ ഞാൻ രാത്രി ഗോരേഗാവ് പോലീസ് സ്റ്റേഷനിലേക്ക് പോകുന്നു. അവരെന്നോട് ചോദിച്ചു, സാറേ നിങ്ങൾ വല്ലതും കഴിക്കുന്നുവെന്ന്. അല്ല, വേണ്ടെന്ന് പറഞ്ഞു. കഴിക്കൂന്ന് പറഞ്ഞു. 2 മാരാമരി കൊണ്ടുപോകാന്ന് പറഞ്ഞു. ഞാൻ ഈ മാരാമരി എന്ന് പറഞ്ഞാൽ എന്താന്ന് ചോദിച്ചു. അദ്ദേഹം പറഞ്ഞു, ഒരു സോഡ പിന്നെ ഒരു ലിംക. രണ്ടും ഒരു മിക്സ് ചെയ്യും. പകുതി സോഡ പകുതി ലിംക. അതാണ് മാരാമാരി. പിന്നെ സിറ്റി ഓഫ് ജോയിൽ അഭിനയിക്കുന്ന സമയത്ത് താങ്കൾ ഓട്ടോറിക്ഷ ഓടിക്കാൻ പഠിച്ചെന്ന് കേട്ടു. അതെ, എനിക്ക് റോട്ടിൽ ഓട്ടോറിക്ഷ ഓടിക്കുന്ന പോലെ ഒരു സീൻ. അങ്ങനെ ഞാൻ കൽക്കട്ടയിലെത്തിയപ്പോൾ എൻ്റെ ഓട്ടോറിക്ഷ എവിടെയെന്ന് ചോദിച്ചു. അവരെന്നോട് പറഞ്ഞു, സാർ നിങ്ങളുടെ ഓട്ടോറിക്ഷ സെറ്റിലുണ്ടെന്ന്. അവർ നിർമ്മിച്ച സെറ്റ് അത് വളരെ വലിയ സെറ്റായിരുന്നു. പക്ഷേ റോഡെല്ലാം കുണ്ടും കുഴിയുമായിരുന്നു. അവിടെ കുഴിയുണ്ട്, കല്ലുകളുണ്ട്, പിന്നെ തെരുവുകളൊക്കെ ചെറുതായിരുന്നു. പക്ഷെ ഞാൻ ആ റോട്ടിൽ ഓടിക്കണം, ആ ഓട്ടോറിക്ഷ. ഞാൻ പറഞ്ഞു, ആ റിക്ഷ നിങ്ങൾ ഹോട്ടലിലേക്ക് അയക്കൂ, ഞാൻ രാവിലെ എണീച്ച് ഓട്ടോറിക്ഷ ഓടിക്കാൻ പഠിക്കാമെന്ന്. അവരും അത് കൊണ്ടുവന്നു. അവർ കറക്റ്റ് സമയത്തിന് കൊണ്ടുവരാമെന്ന് പറഞ്ഞു. അടുത്ത ദിവസം രാവിലെ ഞാൻ 5 മണിക്ക് എണീറ്റ് ചായ കുടിച്ചിട്ട് ഞാൻ താഴെ ചെന്നു. അപ്പം ഞാൻ കണ്ടത് അവിടെ 2 പാസഞ്ചേഴ്സ് എൻ്റെ ഓട്ടോയിൽ ഇരിക്കുന്നുണ്ടായിരുന്നു. പിന്നെ ഞാൻ ട്രാക്ക് സൂട്ട് ധരിച്ച് മണ്ടനെ പോലെ പുറത്തേക്ക് ഓടിച്ചോണ്ടുപോയി. 15 മിനിറ്റിനകം ജനങ്ങൾ കൂടി. ആരാ ജോക്കർ ട്രാക്ക് സൂട്ട് ധരിച്ച് റിക്ഷ ഓടിച്ചുകൊണ്ടിരിക്കുന്നത്? പിന്നെ ഇത് വർക്കൗട്ടായില്ലെന്ന് ഞാൻ പറഞ്ഞു. പിന്നെ ഞാൻ എന്ത് ചെയ്തു എന്ന് വെച്ചാൽ ലുങ്കി, ബനിയൻ, കഴുത്തിലൊരു കർച്ചീഫ്, അതിൻ്റെ അറ്റം വായിലിങ്ങനെ കടിച്ചു പിടിച്ചു. കാരണം ഞാൻ ആരാണെന്ന് അറിയാതിരിക്കാൻ വേണ്ടിയായിരുന്നു ഇതൊക്കെ. പിന്നെ ഞാൻ 15 ദിവസവും രാവിലെ ആ പാസഞ്ചേഴ്സ് ദിവസം രാവിലെ 5 മണിക്ക് അവിടെ എത്തുമായിരുന്നു. അവർ പാസഞ്ചേഴ്സിനെ പോലെ ഇരിക്കും, സോ ദാറ്റ് നോബഡി സ്റ്റോപ്സ് അസ്. അങ്ങനെ ആദ്യത്തെ ദിവസം വളരെ പ്രയാസപ്പെട്ട് 15 മിനിറ്റ് ഓടിക്കാൻ പറ്റി. 15 ദിവസം കഴിഞ്ഞപ്പോൾ അത് ഇൻക്രീസായി 3 മണിക്കൂറായി. താങ്കൾ സ്പർശിൽ അഭിനയിച്ചിരുന്നു ഒരു ബ്ലൈൻഡ് ടീച്ചറായിട്ട്. അപ്പോൾ അതിനുവേണ്ടിയും പ്രാക്ടീസ് ചെയ്യാൻ എവിടെയെങ്കിലും പോയിരുന്നു? ഞങ്ങൾ ഷൂട്ടിംഗ് തന്നെ ബ്ലൈൻഡ് സ്കൂളിൽ വെച്ചായിരുന്നു ചെയ്തുകൊണ്ടിരുന്നത്. അവിടെ അന്ധരായ പിള്ളേർ പഠിക്കുന്നുണ്ടായിരുന്നു. ചില ടീച്ചേഴ്സും ബ്ലൈൻഡ് ആയിരുന്നു, പ്രിൻസിപ്പളും ബ്ലൈൻഡ് ആയിരുന്നു. സോ അവരെ കണ്ടാണ് പഠിച്ചത്. നരസിംഹയില് കൽനായക് റോൾ ചെയ്യുന്ന സമയത്ത് താങ്കൾ ജനങ്ങളെ കത്തികൊണ്ട് കുത്താൻ പോയോ? എന്താ സാർ ഇങ്ങനെ ഓരോ കുറ്റാരോപണങ്ങൾ ചുമത്തുന്നു? ഞാൻ അങ്ങനെ ചെയ്തിട്ടേ ഇല്ല. ഇവിടെ വന്നിരിക്കുന്ന ഈ ജനങ്ങൾ താങ്കളുടെ ആക്ടിങ്ങിനെ കുറിച്ച് എന്താണ് പറയാൻ പോകുന്നത് നമുക്കൊന്ന് നോക്കാം. അല്ല, ഇത് ആ പെണ്ണല്ലേ? മോളെ, നീയല്ലേ പറഞ്ഞത് ഞാൻ ഹാൻസം ആയിട്ടുണ്ടെന്ന്? അതെ സാർ, ഞാനാണ് ചോദിച്ചത്. സാർ, ഇത് സത്യമാണ്. ശരിക്കും സാർ വളരെ ഹാൻസം ആണ് സാർ. താങ്ക് യു മോളെ. ഈ പ്രായത്തിലും താങ്കൾ വളരെ സുന്ദരനാണ്. സാർ, ഞാൻ താങ്കളുടെ നിറയെ മൂവീസ് കണ്ടിട്ടുണ്ട്. സിനിമയുടെ പേര് ചാച്ചി 420. അതില്ലാതെ കുറെ മൂവീസ് കണ്ടിട്ടുണ്ട്. സിംഗി സിംഗ് പടത്തില് താങ്കൾ നന്നായി അഭിനയിച്ചിരുന്നു. ആ പടം എനിക്ക് വളരെ ഇഷ്ടമാണ്. എസ്പെഷ്യലി താങ്കളുടെ ആക്ടിങ് വളരെ നല്ലതാണ്. പക്ഷേ താങ്കളുടെ വോയിസ് ഉണ്ടല്ലോ, ഗദർ മൂവിയില് സ്റ്റാർട്ടിങ്ങില് ഇൻട്രൊഡക്ഷൻ വോയിസ് കൊടുത്തില്ലേ, ആ വോയിസ് ഓവർ വന്നിരുന്നില്ലേ? ഞാൻ പറഞ്ഞത് ശരിയല്ല സാർ? അതെ, സത്യമാണ് മോളെ. സാർ, താങ്കളുടെ വോയിസിന് വളരെയധികം ഡെപ്തും ഉണ്ട്, ഗംഭീരവുമാണ്. അതെനിക്ക് വളരെ ഇഷ്ടമാണ്. ഒരു മിനിറ്റ് സാർ, എനിക്ക് ഭാഷ ഒരു മിനിറ്റ് മോളെ. പ്രശ്നമാണ്. സാറേ, ഈ പെണ്ണ് എവിടത്തുകാരിയാണെന്ന് ഞാൻ പറയട്ടെ? അറിയില്ല സാർ, താങ്കൾ തന്നെ പറയൂ. ഇവള് ബംഗാളിയാ. അവളോടൊന്നും ചോദിക്കേ. പറയൂ സാർ. നീ ബംഗാളിയല്ലേ? അതെ, ബംഗാളിയാണ് സാർ. എന്താ പേര്? സാർ, എന്റെ പേര് നിഷിത മിത്രോ.
ഞാൻ കൽക്കട്ടയിലാണ് ജനിച്ചതും വളർന്നതും. അപ്പൊ നിന്റെ സ്ഥലം കൽക്കട്ടയാണല്ലേ? ആ, കൽക്കട്ടയാണ്. സാർ, ഞാൻ താങ്കളുടെ ഒരു ഫേവറേറ്റ് ഡയലോഗ് കേൾക്കാൻ ആഗ്രഹിക്കുന്നു. ഫേവറേറ്റ് ഫിലിമിലെ ഫേവറേറ്റ് ഡയലോഗ്, താങ്കൾ മൂവിയിൽ അഭിനയിച്ചതുപോലെ. പ്ലീസ് സർ. 250 മൂവി ചെയ്തിട്ടുണ്ട്. അതിൽ താങ്കളുടെ ഫേവറേറ്റ് ഡയലോഗ് ഒന്ന് പറയാമോ? ओए चुप है अर्जुन सिंह। ओए ओए द्रौपदी तेरी अकेले की नहीं है, हम सब शेयर होल्डर हैं। സത്യത്തിൽ ഇന്ന് ഇങ്ങനെയുള്ള സിനിമകൾ എടുക്കാൻ തുടങ്ങിയിരിക്കുകയാണ്. ഡയലോഗ് കുറവും വൃത്തികെട്ട വാക്കുകൾ കൂടുതലും. അതെ താങ്കൾക്ക് അങ്ങനെയുള്ള സിനിമകളിൽ അഭിനയിക്കാനുള്ള ചാൻസ് കിട്ടിയോ? സാറേ, എനിക്ക് സത്യമായും ഇതുവരെയ്ക്കും അങ്ങനെ ഒരു ചാൻസ് തന്നിട്ടില്ല. പിന്നെ കാര്യം എന്താണെന്ന് വെച്ചാൽ, ഞാൻ പടത്തിൽ ചീത്ത പറയാൻ ആഗ്രഹിക്കുന്നില്ല. ഞാൻ യഥാർത്ഥ ജീവിതത്തിൽ ചീത്ത പറയാൻ ആഗ്രഹിക്കുന്നു. താങ്കൾ വളരെയധികം ഈ സിസ്റ്റത്തിനെതിരായിട്ട്. പക്ഷെ നിങ്ങൾ ഈ പറയുന്നത് വളരെ പ്രയാസമുള്ള കാര്യമാണ്, യുനോ. പക്ഷേ സത്യത്തിൽ എന്റെ അഭിപ്രായത്തിൽ നമ്മൾ പടങ്ങൾ ശരിക്കും ചെയ്യുന്നില്ല എന്ന് വേണം പറയാൻ. ശരിക്കും 10% പടങ്ങൾ മാത്രമേ യഥാർത്ഥത്തിൽ നന്നായിട്ടുണ്ട് എന്ന് പറയാൻ പറ്റൂ. അതായത് 50s തൊട്ട് ഇതാ നമ്മളുള്ള ഈ കാലം വരെ പടങ്ങൾക്ക് വീഴ്ചയാണ് സംഭവിച്ചുകൊണ്ടിരിക്കുന്നത്. ഇത് വെറുമൊരു എന്റർടൈൻമെന്റ് എക്യുപ്മെന്റ് ആയിട്ടാണ് കരുതുന്നത്. ആരും ഇത് ശരിയായ രീതിക്ക് പ്രയോജനപ്പെടുത്തുന്നില്ല. രാജ്യത്ത് എന്താ സംഭവിക്കുന്നത്? ന്യൂസ് പേപ്പർ വായിക്കുന്നു, നമ്മുടെ നില എന്താണ് ഒന്നും മനസ്സിലാകുന്നില്ല. 16th ഡിസംബർ എന്ത് സംഭവിച്ചു? നമ്മൾ എത്രമാത്രം നാണം കെട്ടവരാണ്. സമൂഹം മുഴുവൻ നാണമില്ലാത്തവരായി മാറി. ജനങ്ങളെ നിയന്ത്രിക്കുന്നവർക്ക് എങ്ങനെയാണ് ഉറക്കം വരുന്നത്, എങ്ങനെയാണ് വിശക്കുന്നത് എന്നെനിക്ക് മനസ്സിലാകുന്നില്ല. താങ്കളുടെ മനസ്സിൽ ദേശത്തിനെ കുറിച്ചുള്ള സങ്കടമുണ്ട്. അതിനോടനുബന്ധിച്ച പല കുറ്റാരോപണങ്ങളും എന്റെ പക്കലുമുണ്ട്. ഇപ്പോൾ നമുക്കൊരു ബ്രേക്ക് എടുക്കാം. ബ്രേക്കിന് ശേഷം ആപ്കി അദാലത്തിൽ ഓംപുരിയോടുള്ള ചോദ്യങ്ങളും അതിനുള്ള ഉത്തരവും നമുക്ക് കേൾക്കാം. അതെ, നേതാക്കന്മാർ വിഡ്ഢികളാണെന്ന് എങ്ങനെ പറയാൻ പറ്റും? ഇത്ര വലിയ വലിയ സ്കാംസ് ഒക്കെ വിഡ്ഢികൾക്ക് ചെയ്യാൻ പറ്റുമോ? ബുദ്ധിയുള്ളവനെ അതിനൊക്കെ കഴിയൂ. ബുദ്ധിയുള്ളവർക്കേ കഴിയൂ. വെൽക്കം ബാക്ക്. ആപ്കി അദാലത്തിൽ ഇന്ന് നമ്മൾ വിചാരണ നടത്തിക്കൊണ്ടിരിക്കുന്നത് പ്രസിദ്ധനായ സിനിമാ സ്റ്റാറായ ഓംപുരിയോടാണ്. ആപ്കി അദാലത്തിലെ അടുത്ത കുറ്റാരോപണം. ആപ്കി അദാലത്തിൽ ഫിലിം സ്റ്റാർ ഓംപുരിയുടെ മേലുള്ള കുറ്റാരോപണം ഇദ്ദേഹം രാഷ്ട്രീയത്തിൽ മിസ്ഫിറ്റ് ആണ് എന്നുള്ളതാണ്. താങ്കൾ ഡൽഹിയിൽ അണ്ണാ ഹസാരെ രാംലീല മൈതാനത്തിൽ പ്രക്ഷോഭം നടത്തുന്ന സമയത്ത് താങ്കൾ അവിടെ വെച്ച് വളരെ നന്നായിട്ട് സംസാരിച്ചു. അതുപോലെ ഉന്നതരായ നേതാക്കന്മാരെ താങ്കൾ വിദ്യാഭ്യാസമില്ലാത്തവർ, ഉത്തരവാദിത്തമില്ലാത്തവർ, വിഡ്ഢികൾ എന്നൊക്കെ പറഞ്ഞിരിക്കുകയാണ്. അവസാനം പറഞ്ഞ ഞാൻ പറഞ്ഞിട്ടില്ല. നിങ്ങള് വേണ്ടതാ പറയുന്നത്. ഓർമ്മയുണ്ടോ ഇല്ലെന്ന് ഞാനൊന്ന് ടെസ്റ്റ് ചെയ്യാൻ വേണ്ടി പറഞ്ഞു. എനിക്ക് നല്ല ഓർമ്മയുണ്ട്. അതെ, നേതാക്കന്മാർ വിഡ്ഢികളാണെന്ന് എങ്ങനെ പറയാൻ പറ്റും? ഇത്ര വലിയ വലിയ സ്കാംസ് ഒക്കെ വിഡ്ഢികൾക്ക് ചെയ്യാൻ പറ്റുമോ? ബുദ്ധിയുള്ളവനെ അതിനൊക്കെ കഴിയൂ. ബുദ്ധിയുള്ളവർക്കേ കഴിയൂ. പക്ഷേ അന്ന് താങ്കൾ സ്റ്റേജിൽ വെച്ച് ഇതുപോലെ സംസാരിക്കുന്ന സമയത്ത് പറയൂ. പാർലമെന്റ് മെമ്പേഴ്സൊക്കെ താങ്കളോട് ശരിക്കും ദേഷ്യപ്പെട്ടിരുന്നു. അത് വളരെ ദേഷ്യപ്പെട്ടിരുന്നു. പ്രത്യേകിച്ച് ശരത് യാദവും പിന്നെ ലാലുജിയും. ചില വ്യക്തികൾ ഇങ്ങനെയും പറഞ്ഞിരുന്നു, ഓംപുരി മദ്യപിച്ചിട്ടാണ് വന്നിരുന്നതെന്ന്. ഓഹോ, അപ്പോ ആരെങ്കിലും വന്ന് മണത്ത് നോക്കിയിരുന്നു? അവിടെ ഞാൻ ഒറ്റക്കായിരുന്നില്ല. അല്ല, അവരെന്താ പറഞ്ഞതെന്ന് വെച്ചാൽ ഒരു MBA വിദ്യാഭ്യാസം ഇല്ലാത്ത ആൾ വിഡ്ഢി എന്നൊക്കെ പറയണമെങ്കിൽ അയാൾ തീർച്ചയായും മദ്യപാനി ആയിരിക്കുമെന്ന്. അതെയോ? എങ്ങനെ വേണമെങ്കിലും പറയാം. പാല് കുടിച്ചോണ്ടും പറയാം. അതെ, കാര്യം എന്താണെന്ന് വെച്ചാൽ ഏത് 2 വാക്കുകൾ വലുതാക്കിയോ അതിന്റെ കോണ്ടെക്സ്റ്റിനെ കുറിച്ച് ആരും പറഞ്ഞിട്ടേയില്ല. എന്റെ വായിൽ നിന്നും ഒരു തെറ്റായ വാർത്ത വന്നു, അതായത് പാർലമെന്റ് എന്ന്. അല്ല, നമുക്കൊരു കാര്യം ചെയ്യാം. ആദ്യം താങ്കൾ എന്ത് പറഞ്ഞോ അത് ജനങ്ങളെ ഒന്ന് അറിയിക്കാം. അവർക്കും അത് ഓർമ്മ വരും. ഓംപുരിജി അണ്ണാ ഹസാരയുടെ മീറ്റിംഗിൽ രാംലീല മൈതാനത്തിൽ വെച്ച് എന്താ പറഞ്ഞെന്ന് മനസ്സിലായി. സാറേ, ഞാൻ ചാകുന്നവരെ ഇത് കാണിക്കുന്നത് തോന്നുന്നു. എന്റെ അന്ത്യയാത്ര നിങ്ങൾ കാണിക്കല്ലോ അല്ലേ?
അപ്പോ അതിൽ ഈ സീൻ തീർച്ചയായിട്ടും ഉണ്ടാകും. എനിക്ക് തോന്നുന്നത് താങ്കളുടെ ജീവിതം തന്നെ വലിയൊരു സീനെന്നാണ്. അതെ പക്ഷെ ഒരു വ്യത്യാസം എന്താണെന്ന് വെച്ചാൽ ഇതാരും താങ്കൾക്ക് എഴുതി തന്നതല്ല, താങ്കൾ ഇത് സ്വയം പറഞ്ഞതാണ്. അതെ, മനസ്സിൽ നിന്നും വന്ന ഡയലോഗ്. पार्लियामेंट के आधे से ज्यादा लोग गंवार हैं, अनपढ़ हैं. कैसे लड़ते हैं वो लोग, हम लोग टेलीविजन पे देखते हैं. कैसे लड़ते हैं वो, एक दूसरे पर कुर्सियां फेंकते हैं, एक दूसरे पर माइक फेंकते हैं, एक दूसरे को सुनने के लिए तैयार नहीं है. ये हैं देश के नेता जो देश को चलाएंगे और आपको न्याय देंगे. हमारी भी गलती है, हम ऐसे नालायकों को चुनकर भेजते हैं. अब ऐसे नालायकों को हम नहीं चुनेंगे. അന്ന് പറഞ്ഞത് സത്യമാണെന്ന് ഇന്നും പറയാൻ താങ്കൾക്ക് സാധിക്കുമോ? അതെ, തീർച്ചയായും. പക്ഷെ ഞാൻ അന്ന് 2 വാക്കുകൾ വിട്ടു. ആ 2 വാക്കുകളും ഞാൻ ഇപ്പോൾ പറയാം. ഞാൻ പറഞ്ഞതൊക്കെ ശരിക്കും സത്യമല്ലേ? കസാരകൾ എടുത്തിട്ട് പൊട്ടിച്ചു ലക്നോയിൽ. മൈക്ക് വലിച്ചെറിഞ്ഞത് ബാംഗ്ലൂരിൽ വെച്ച്. പോലീസിനെ അകത്തോട്ട് വിളിക്കേണ്ടി വന്നു. കാരണം ചില MPസിന് ചോര വരാൻ തുടങ്ങി. അതൊക്കെ ചില ശരിയാണ്. ആളുകൾ എലിയെ പോലെ ബെഞ്ചിനടിയിൽ ഒളിച്ചു. അങ്ങനെയുള്ള എന്താപത്താണ് സംഭവിച്ചത്? ഈ അടുത്ത കാലത്ത് പഞ്ചാബിൽ വളരെ മോശമായ ചീത്ത വാക്കുകൾ ഉപയോഗിക്കുന്നു. ഇപ്പോഴും അത് യൂട്യൂബിലുണ്ട്, എല്ലാവരും കാണൂ, എല്ലാവരും കണ്ടു കാണും. താങ്കൾ അവരെ ഒരിക്കലും നന്നാത്ത വ്യക്തികളെന്ന് പറഞ്ഞു. പ്രശ്നം അവിടെയാണ് തുടങ്ങിയത്. സർ, നന്നാവാത്തവരെന്ന് പറഞ്ഞാൽ ചീത്ത പറയുന്നു എന്നല്ല അർത്ഥം. വീട്ടിൽ പിള്ളേരെന്തെങ്കിലും തെറ്റ് ചെയ്താ നീ ഒന്ന് നന്നാവില്ലടാന്ന് പറയും, അല്ലേ? പക്ഷെ പഠിക്കാത്തവരെന്ന് പറഞ്ഞതും തെറ്റായ കാര്യമല്ലല്ലോ. അപ്പൊ എന്തിനാണ് താങ്കൾ ക്ഷമ ചോദിച്ചത്? ഞാൻ അവരോട് ക്ഷമ ഒരു സ്റ്റൈലിന് വേണ്ടിയാ ചോദിച്ചത്. എന്റെ 15 വയസ്സുള്ള മകൻ കരയാൻ തുടങ്ങി. അവൻ എന്നോട് ചോദിച്ചു, അച്ഛാ നിങ്ങളെ ജയിലിലേക്ക് അയക്കൊന്നു? അല്ല, ജയിലിലേക്കൊന്നും അയക്കില്ല, അവിടെ വലിയ ആളുകളുമായി ക്രൈം ചെയ്യും, എന്നിട്ട് കാശ് കൊടുത്ത് പുറത്തേക്ക് വരുമെന്ന്. ഞാൻ അതുപോലെ ഒന്നും ചെയ്തിട്ടില്ല. സോ അതുകൊണ്ടാണ് ഞാൻ ഇങ്ങനെയൊക്കെ എഴുതിയത്. ഓക്കെ, അടുത്ത പ്രാവശ്യം ഞാൻ ഇതിനേക്കാളും വലിയൊരു വാക്കാ പറയാൻ പോകുന്നത്. ഇന്ന് താങ്കൾക്ക് അതിനുള്ള സന്ദർഭം കിട്ടിയിരിക്കുകയാണ്, ജനങ്ങളോട് പറയുക. ഓക്കെ, ഞാനിത് ഒരു 2 ചെറിയ വാക്കുകളാണ് പറഞ്ഞത്. താങ്കൾ ഇന്ന് അതിനേക്കാളും വലിയ വാക്കുകൾ പറയാമെന്ന് പറഞ്ഞിരിക്കുകയാണ്. ജനങ്ങൾ ഇവിടെയുണ്ട്. അല്ല, തീർച്ചയായിട്ടും അതിന്റെ പറയുക. ഭാഷ വേറെ മാതിരിയായിരിക്കും. അതിന്റെ ഭാഷ എങ്ങനെയായിരിക്കുമെന്ന് വെച്ചാൽ, ഇദ്ദേഹം ചെയ്യുന്നതൊന്നും ഇവിടെ ഒരു സിസ്റ്റമാറ്റിക് ആയിട്ടില്ല എന്ന് വേണം പറയാൻ. അവരെന്താണോ ചെയ്യുന്നത് അത് ഈ രാജ്യത്തിന്റെ വളർച്ചയ്ക്ക് വേണ്ടിയല്ല. ചില സമയത്ത് എവിടെങ്കിലും ഒരു അഴിമതി നടക്കും, മറ്റൊരു സ്ഥലത്ത് കൽക്കരി കൊള്ളയടിക്കും. ചില സമയത്ത് അവർ ക്രിക്കറ്റ് ബാറ്റ് ഭക്ഷിക്കും. ഇപ്പോ ലേറ്റസ്റ്റ് ആയിട്ട് എന്താണെന്ന് വെച്ചാൽ റെയിൽവേസിലും അഴിമതി നടന്നിരിക്കുകയാണ്. റെയിൽവേ പോസ്റ്റിംഗ്, പിന്നെ ഹരിയാനയിൽ പോലും സർ. ടീച്ചേഴ്സിന്റെ പോസ്റ്റിംഗിലും. അതെ, ടീച്ചേഴ്സിന്റെ പോസ്റ്റിംഗിൽ. ഇത് എന്നെ കൊണ്ട് വിശ്വസിക്കാനേ കഴിയുന്നില്ല. ഈ നാട്ടിൽ ഗുരുനാനക്, കബീർ, പിന്നെ നിങ്ങൾക്കറിയാമല്ലോ ഗാന്ധിജി, നെഹ്റുജി, പട്ടേൽ സാബ്, ഇവരെല്ലാവരും നമ്മുടെ രാജ്യത്താണ് ജനിച്ചിരിക്കുന്നത്. ഇപ്പോൾ നമുക്കൊരു ബ്രേക്ക് എടുക്കാം. ബ്രേക്കിന് ശേഷം ആപ്കി അദാലത്തിൽ ഓംപുരിയോടുള്ള ചോദ്യങ്ങളും അതിനുള്ള ഉത്തരവും നമുക്ക് കേൾക്കാം. താങ്കൾക്ക് 14 വയസ്സുള്ളപ്പോൾ ഒരു 54 വയസ്സുള്ള ജോലിക്കാരിയോടൊപ്പം താങ്കൾക്ക് ബന്ധമുണ്ടായിരുന്നു. ഒരു മിനിറ്റ്, നിങ്ങൾ എന്നോട് ഒരേ ഒരു കാര്യം മാത്രം പറയും. ഇത് 14 വയസ്സുള്ള ഒരു ചെറുക്കന്റെ കുറ്റമാണോ അതോ 55 വയസ്സുള്ള ഒരു സ്ത്രീയുടേതോ? വെൽക്കം ബാക്ക്. ഇന്ന് ആപ്കി അദാലത്തിൽ നമ്മുടെ അതിഥി ഫിലിം ആർട്ടിസ്റ്റായ ഓംപുരിയാണ്. ആപ്കി അദാലത്തിലെ അടുത്ത കുറ്റാരോപണം. ആപ്കി അദാലത്തിൽ ഫിലിം സ്റ്റാർ ഓംപുരിയുടെ മേലുള്ള കുറ്റാരോപണം ഇദ്ദേഹത്തിന്റെ പേഴ്സണൽ ലൈഫിൽ ധാരാളം കറകളുണ്ട് എന്നുള്ളതാണ്. എന്റെ അമ്മോ, ഞാൻ പോട്ടെ. ഇയാളുമായിട്ടുള്ള നമ്മുടെ ഈ പണി ശരിയാവില്ല. സാർ, താങ്കൾ എങ്ങോട്ടാണ് ഈ പോകുന്നത്? ഞാൻ പോട്ടെ, എന്നെ വിട്ടേക്ക്. നിങ്ങൾ എന്തു വിചാരിച്ചു? ഞാൻ പേടിച്ചു പോയെന്നു?
കുറച്ച് ധൈര്യം സംഭരിക്കാൻ വേണ്ടി ഒറ്റയ്ക്ക് പോയെന്നാ കരുതിയത്. ഓംപുരി സാർ, താങ്കളുടെ പേഴ്സണൽ ലൈഫിനെ കുറിച്ചാണ് സംസാരിച്ചുകൊണ്ടിരുന്നത്. താങ്കളുടെ ഓട്ടോബയോഗ്രഫി എൻ്റെ പക്കലുണ്ട്. താങ്കളുടെ ഭാര്യ എഴുതിയിരുന്നത് ഏത് ഭാര്യ? താങ്കളുടെ രണ്ടാമത്തെ ഭാര്യയായ നന്ദിത സീപുരിയാണ് ഈ ബുക്ക് എഴുതിയിരിക്കുന്നത്. താങ്കൾ 250 സിനിമകൾ ചെയ്തിരിക്കുന്നു. 35 വർഷമായിട്ട് ഈ ഫീൽഡിലുണ്ട്. ഇതുവരെ താങ്കൾ ആരെയും പ്രകോപിപ്പിച്ചതായി ഒരു പരാതിയും കേട്ടിട്ടേയില്ല. ഇതുവരെ ഒരു ഹീറോയിനും താങ്കളെക്കുറിച്ച് കംപ്ലൈന്റും പറഞ്ഞു. അതുകൊണ്ട് നിങ്ങൾക്ക് വിഷമമുണ്ടോ അതോ ദേഷ്യമുണ്ടോ? ഇത് സന്തോഷകരമായ കാര്യമാണ്. പക്ഷെ താങ്കളുടെ ഭാര്യ എഴുതിയിരിക്കുന്നത് എന്താണെന്ന് വെച്ചാൽ, താങ്കൾക്ക് 14 വയസ്സുള്ള സമയത്ത് താങ്കൾ ഒരു 54 വയസ്സുള്ള സ്ത്രീയുമായി ബന്ധം സ്ഥാപിച്ചിരുന്നെന്ന്. ഒരു മിനിറ്റ്. നിങ്ങൾ എന്നോട് ഒരേ ഒരു കാര്യം മാത്രം പറയൂ. ഇത് 14 വയസ്സുള്ള ഒരു ചെറുക്കന്റെ കുറ്റമാണോ അതോ 55 വയസ്സുള്ള ഒരു സ്ത്രീയുടേതോ? ഓക്കെ, അവരെഴുതിയ മറ്റൊരു കാര്യം എന്താണെന്ന് വെച്ചാൽ, താങ്കൾക്കൊരു 37-38 വയസ്സുള്ള സമയത്ത് താങ്കളെക്കാൾ ചെറിയ പ്രായത്തിലുള്ള ഒരു വീട്ടുജോലിക്കാരിയുമായി ബന്ധമുണ്ടായിരുന്നു. അങ്ങനെ വരട്ടെ. വയസ്സ് കുറവെന്നോ? 5 വയസ്സ് കുറഞ്ഞെന്ന് വെച്ച് വയസ്സ് കുറവാണെന്നോ? നല്ല കണക്കാട്ടോ. നോക്കൂ, ആദ്യത്തെ കാര്യം അവളെന്റെ ജോലിക്കാരിയല്ല. നോക്കൂ, ഇപ്പോ എന്റെ അച്ഛന് 80 വയസ്സായി. അവളാണ് അദ്ദേഹത്തെ നോക്കിക്കൊണ്ടിരുന്നത്. പിന്നെ എന്റെ 3 നെഫ്യൂസ്. എന്റെ ജ്യേഷ്ഠൻ പഠിച്ചിട്ടില്ല, 8ാം ക്ലാസ് പാസ്സായി. ആ സമയത്ത് പഞ്ചാബിൽ ടെററിസം പീക്കിലായിരുന്നു. അപ്പോ ആ കുട്ടികളെ ഞാൻ ഇങ്ങോട്ട് വിളിച്ചോണ്ട് വന്നു. ഒരാൾ 5ലും ഒരാൾ 7ലും മറ്റൊരാൾ 9ലുമായിരുന്നു. ഞാൻ ഷൂട്ടിങ്ങിനായി പുറത്തേക്ക് പോകും. ഒരു പ്രാവശ്യം 10 ദിവസമാണെങ്കിൽ മറ്റൊരു ദിവസം 15 ആകും. സോ അവൾ വീട്ടിലെ കെയർടേക്കറാണ്. പിന്നെ അവളുമായി എനിക്ക് ബന്ധമുണ്ടായിരുന്നു. അപ്പൊ എന്റെ വിവാഹം കഴിഞ്ഞിട്ടില്ലായിരുന്നു. കല്യാണം കഴിഞ്ഞിരുന്നെങ്കിൽ നിങ്ങൾ അഡൽട്ടറി എന്ന് പറഞ്ഞേനെ. ഇതെങ്ങനെ അഡൽട്ടറി ആകും? നിങ്ങൾ പറയൂ സാർ, അല്ല, അതൊക്കെ ഇത് ശരിയാണ്. ന്യായമാണോ? അതെന്താണ്? 37 വയസ്സുള്ള ഒരാൾക്ക് ഒരു വികാരം ഉണ്ടാവില്ലേ? ആ, പക്ഷേ അതിനുശേഷം, അതായത് എല്ലാം ഓക്കെയാണ് ഓംപുരി സാർ. പക്ഷേ ആൻഡ് ഐ എം എ ഡിവോഴ്സി. ഇല്ല, എനിക്കിതിൽ യാതൊരുവിധ ബുദ്ധിമുട്ടുമില്ല. അത് എന്റെ നിങ്ങൾ ചോദ്യം ഓരോന്ന് എന്താണെന്ന് പറഞ്ഞ് എന്നെ വെച്ചാൽ, ആരോപിക്കുകയല്ലേ? ഇങ്ങനെയുള്ള കുറ്റങ്ങളൊക്കെ ഈ ബുക്കിൽ എഴുതേണ്ട ആവശ്യം എന്താണ്? അതൊന്നും ഇതിൽ എഴുതേണ്ട ആവശ്യമില്ലായിരുന്നല്ലോ. ഇതിനെക്കുറിച്ചൊക്കെ നിങ്ങൾ അവരോട് ചോദിക്കും. അവളെ വിളിച്ചോണ്ടോന്ന് ഇതാ ഇവിടെ ഇരുത്ത്. സത്യത്തിൽ താങ്കളുടെ ജീവിതം വളരെ സങ്കീർണമായ ഒരു കാര്യമായിരുന്നു. എനിക്ക് തോന്നുന്നത് താങ്കളുടെ ഈ ഓട്ടോബയോഗ്രഫി പുറത്തു വരുന്ന സമയത്ത് യുവാക്കൾക്ക് അതൊരു പ്രചോദനമായിരിക്കുമെന്നാണ്. അവർക്ക് ഉത്സാഹം കൂടും, നല്ല കാര്യങ്ങളൊക്കെ മനസ്സിലാക്കും. കാര്യം എന്താണെന്ന് വെച്ചാൽ, ഞാൻ എന്റെ ജീവിതത്തെക്കുറിച്ചോർത്ത് അഭിമാനിക്കുന്നു. എന്റെ ജീവിതത്തിൽ ഒരു കാര്യത്തിനു വേണ്ടിയും ഞാൻ ആരെയും നിലത്തിട്ട് ചവിട്ടിയിട്ടില്ല. ഒരു പക്ഷേ 1-2 സന്ദർഭങ്ങളിൽ അങ്ങനെ സംഭവിച്ചിട്ടുണ്ടായിരുന്നുവെങ്കിൽ അതിനുവേണ്ടി ഞാൻ മനസ്സാ പ്രായശ്ചിത്തം ചെയ്തിട്ടുമുണ്ട്. പിന്നെ തെറ്റ് ചെയ്യാതെ നമുക്ക് മനുഷ്യനാകാൻ കഴിയില്ല, നമ്മൾ ദൈവമാകും. പിന്നെ രണ്ടാമത്തെ കാര്യം എന്താണെന്ന് വെച്ചാൽ, ഈ പുസ്തകം എൻ്റെ ജീവിതത്തെ, അതായത് ഇതിൽ എന്തുമാത്രം കാര്യങ്ങൾ ഉണ്ടെന്ന് വെച്ചാൽ, ഇത് ഇന്ത്യയിലുള്ള എല്ലാ ലൈബ്രറികളിലും ഈ പുസ്തകം കാണും. എൻ്റെ ബാല്യം നിങ്ങൾക്കെല്ലാവർക്കും ദ ഗ്രേറ്റ്, ഈസ് എ ഗ്രേറ്റ്, ഈസ് എ ലെജൻഡ്, ഈസ് എ ജീനിയസ് ചാർലി ചാപ്ലിന്റെ ബാല്യത്തെക്കുറിച്ച് വായിച്ചാൽ, അദ്ദേഹത്തിന്റെ അമ്മയ്ക്കും ഭ്രാന്തായി, എന്റെ അമ്മയ്ക്കും ഭ്രാന്തായി, മെന്റൽ ഹോസ്പിറ്റലിലായിരുന്നു. അദ്ദേഹവും ദാരിദ്ര്യം അനുഭവിച്ചു, ഞാനും ദാരിദ്ര്യം അനുഭവിച്ചു. ഒരുപാട് സാമ്യങ്ങൾ ഞങ്ങൾക്കിടയിലുണ്ട്. ഈ പുസ്തകം അതിനോടൊപ്പം ഉണ്ടായിരുന്നിരിക്കണം. ഇന്നും ഇതുണ്ട്. കാരണം വീണ്ടും ഒരു പുസ്തകം വരാം. ആ പുസ്തകത്തിലും ഒന്നും മറയ്ക്കപ്പെടില്ല, ഇവിടെയും മറയ്ക്കപ്പെടില്ല. പക്ഷേ എഴുതേണ്ട ഒരു ശൈലിയുണ്ട്. അതായത് ഒരു കാര്യം നിങ്ങൾക്ക് റൂഡായും മാറ്റാൻ പറ്റും, പിന്നെ അത് നിങ്ങൾക്ക് ഗ്രേസ്ഫുള്ളായും പറയാൻ പറ്റും. പക്ഷെ താങ്കൾ അത് അംഗീകരിക്കുന്നുണ്ടോ? താങ്കളുടെ ജീവിതത്തിലും താങ്കൾ പല തെറ്റുകളും ചെയ്തിട്ടുണ്ടെന്ന്, അതിലിപ്പോൾ താങ്കൾ ഫീൽ ചെയ്യുന്നുണ്ടെന്ന്? അതെ, തീർച്ചയായും.
തീർച്ചയായും. അതായത് എൻ്റെ ആദ്യത്തെ കാമുകി ഒരുത്തി ഉണ്ടായിരുന്നു. ഞാൻ എത്രമാത്രം ഡിലേ ചെയ്തു എന്ന് വെച്ചാൽ കുറച്ച് സമയം വേണം എന്ന് പറഞ്ഞ് അവളും വെറുത്തുപോയി. വേറൊരാളെ കല്യാണവും കഴിച്ചു. സാർ, ഞാൻ താങ്കളോട് ഒരു ചെറിയ ചോദ്യം ചോദിക്കാൻ ആഗ്രഹിക്കുന്നു. സാർ, ഇന്നത്തെ ഈ കാലഘട്ടത്തിൽ നോക്കുവാണെങ്കിൽ ഷാറുഖ് ഖാനുണ്ട്, സൽമാൻ ഖാനുണ്ട്. 50 വയസ്സായാലും ഇങ്ങനത്തെ സിനിമയൊക്കെയാണ് അഭിനയിക്കുന്നത്. നിങ്ങൾക്ക് അതുപോലെ തോന്നിയില്ല സാർ? അതായത് താങ്കൾക്കും സിനിമകളിലൊക്കെ 6 പാക്ക് എല്ലാം വെച്ച് അഭിനയിക്കണമെന്ന്. ഈ പാക്ക് ഉണ്ടല്ലോ, അത് പല തരത്തിലുണ്ട്. ചിലത് അകത്തായിരിക്കും, ചിലത് പുറത്തായിരിക്കും. പക്ഷെ എനിക്ക് അകത്താണ്. നീ ഒന്ന് പോയി നോക്ക്. ഒരുപാട് പാക്കുണ്ട്. നിങ്ങൾ 6 പാക്കിനെ കുറിച്ചാണ് സംസാരിക്കുന്നത്. എനിക്ക് 10-15 പാക്കുണ്ട്. അത് അകത്ത് ഇങ്ങനെ ആയിരിക്കുന്നത്. പക്ഷെ ഒരു കാര്യം കേട്ടു, അത് സത്യമാണോ? താങ്കളിപ്പോൾ മല്ലിക സെറാവത്തിനോടൊപ്പം ഫിലിം ചെയ്യുന്നെന്ന്. ദേ നോക്കൂ, ഞാൻ ഇദ്ദേഹം ജെന്റിൽമാൻ ആണെന്നാ വിചാരിച്ചിരുന്നത്. പക്ഷെ ഇയാള് ഭയങ്കര സാധനാകട്ടോ. അല്ല, അതിൽ നിങ്ങൾക്ക് എന്തെങ്കിലും പ്രശ്നമുണ്ടോ? മല്ലിക ഉണ്ടെങ്കിൽ പറയൂ. സെറാവത്ത് എന്താ പറഞ്ഞെന്ന് വെച്ചാൽ ഓംപുരിയെ കിസ് ചെയ്യാൻ വളരെയധികം ബുദ്ധിമുട്ടായിരുന്നെന്ന്. എന്തുകൊണ്ട്? ഇത് താങ്കൾ അവരോടല്ലേ ചോദിക്കേണ്ടത്? അവരോടൊപ്പം അല്ലേ സിനിമ ചെയ്തത്? അല്ല, അവര് നിങ്ങളോട് ഈ കാര്യമെന്ന് അല്ലല്ല, പറഞ്ഞു. ഇത് ന്യൂസ് പേപ്പറിൽ വന്ന കാര്യമോ? ഞാൻ നിങ്ങൾക്ക് ക്ഷണം നൽകുന്നു മല്ലിക ഷറാഫത്തിന്. അവർക്ക് എപ്പോ വേണമെങ്കിലും എന്നെ കിസ് ചെയ്യണമെന്ന് തോന്നിയാൽ ഞാൻ കുളിച്ചു വന്ന് നിൽക്കാം. ഓംപുരി സാർ, താങ്കളോട് എല്ലാ രീതിയിലുള്ള ചോദ്യങ്ങളും ഞങ്ങൾ ചോദിച്ചു. താങ്കളുടെ കരിയറിനെ കുറിച്ചും പേഴ്സണൽ ലൈഫിനെ കുറിച്ചും ചോദിച്ചു. എല്ലാത്തിനും സത്യസന്ധമായി ഉത്തരം നൽകി. ഒരു കാര്യവും താങ്കൾ മറയ്ക്കാൻ ശ്രമിച്ചില്ല. ആപ്കി അദാലത്തിൽ ഇപ്പോൾ നമുക്കൊരു ബ്രേക്ക് എടുക്കാം. ബ്രേക്കിന് ശേഷം ഇന്നത്തെ ജഡ്ജിയായ പ്രസിദ്ധ കാർട്ടൂണിസ്റ്റ് സുധി താലങ്കിന്റെ വിധിന്യായം എന്താണെന്ന് കേൾക്കാം. വെൽക്കം ബാക്ക്. ആപ്കി അദാലത്തിൽ ഇന്ന് നമ്മൾ വിചാരണ നടത്തിക്കൊണ്ടിരിക്കുന്നത് പ്രസിദ്ധ ഫിലിം ആക്ടറായ ഓംപുരിയോടാണ്. നമ്മൾ അദ്ദേഹത്തോട് എന്തുകൊണ്ട് ഹീറോ ആകാൻ ആഗ്രഹിച്ചു, എന്തുകൊണ്ട് ദുഃഖമായിട്ടിരിക്കുന്നു എന്നൊക്കെ ചോദിച്ചു. നമ്മൾ അദ്ദേഹത്തോട് അദ്ദേഹത്തിന്റെ പൊളിറ്റിക്കൽ ലൈനിനെ കുറിച്ച് ചോദിച്ചു. പിന്നെ അദ്ദേഹം എംപിമാരെ കുറിച്ച് എന്താണോ പറഞ്ഞത് അതിനെക്കുറിച്ച് നമ്മൾ ചോദിച്ചു. ഇനി ആപ്കി അദാലത്തിൽ നമ്മുടെ ജഡ്ജി എന്ത് ജഡ്ജ്മെന്റ് ആണ് നൽകാൻ പോകുന്നതെന്ന് നോക്കാം. ഓംപുരി സാറിന്റെ കഥ എന്താണെന്ന് വെച്ചാൽ അത് ശരിക്കും താഴം തൊട്ട് ആകാശം വരെ പോകുന്ന അത്രയാണ്. താങ്കൾ ഒരു വലിയ കലാകാരനാണ്. താങ്കൾ ക്യാരക്ടർ റോളും ചെയ്യുന്നുണ്ട്, സബ്ജക്റ്റും ചെയ്യുന്നുണ്ട്. അതുമാത്രമല്ല, താങ്കൾ വളരെ സിമ്പിളും സത്യസന്ധമായ ഒരു മനുഷ്യനുമാണ്. താങ്കൾ ഇന്ത്യൻ ഫിലിം ഇൻഡസ്ട്രിയിൽ എൻട്രി കൊടുത്തത് എന്നാണെന്ന് വെച്ചാൽ നല്ല ഭംഗിയുള്ള ചോക്ലേറ്റ് ഫേസസ് ഒക്കെ അകത്ത് വരുമ്പോഴാണ്. ഓംപുരി സാർ ഇന്ത്യൻ ഫിലിം ഇൻഡസ്ട്രിയിൽ എൻട്രി ആകുമ്പോൾ അവിടെയുണ്ടായിരുന്ന റൂൾസ് ആൻഡ് റെഗുലേഷനെല്ലാം അദ്ദേഹം മാറ്റി. നാടകം തുടങ്ങി സിനിമ വരെ, ഹോളിവുഡ് സിനിമയിൽ നിന്ന് ബോളിവുഡ് സിനിമ വരെ, ഓംപുരി സാർ ഈ ലോകം മുഴുവനും അദ്ദേഹത്തിന്റെ കഴിവ് തെളിയിച്ചിട്ടുണ്ട്. ഇതുപോലത്തെ സമയങ്ങളിൽ പകുതി സത്യങ്ങൾ പോലും തുറന്നു പറയാൻ ആലോചിക്കുന്ന ഈ കാലത്ത് ഓംപുരി സാർ സത്യങ്ങൾ തുറന്നു പറഞ്ഞിരിക്കുന്നു. അദ്ദേഹം പേടിക്കത്തില്ല. ഓംപുരി സാർ, താങ്കളുടെ ഒരു പടം അർദ്ധസത്യ. ആ സിനിമ കാണുവാണെങ്കിൽ അതിലൊരു ഫേമസ് ഡയലോഗുണ്ട്. വില്ലന്റെ പോലീസ് ഇൻസ്പെക്ടറെ സംസാരിക്കുന്ന ഒരു ഡയലോഗ്. ഈ കോടതി താങ്കളോട് അപേക്ഷിക്കുന്നു, താങ്കളുടെ ആ ഗാംഭീര്യമായ ശബ്ദം കൊണ്ട് ആ ഡയലോഗ് ഒരിക്കൽ കൂടി പറയണം. അതില് 2 മൊമെന്റ്സ് ഉണ്ട്. അദ്ദേഹം അണ്ടർവേൾഡ് ഡോണാണ്. അദ്ദേഹം കൊന്നുകളയും. പിന്നെ അദ്ദേഹം പോയി പറയും മർഡർ നടന്നിരിക്കുന്നു, എന്നെ സഹായിക്കൂന്ന്. മർഡർ എന്ന് വെച്ചാൽ അദ്ദേഹത്തെ പോലീസ് സ്റ്റേഷനിൽ വെച്ച് അടിച്ചു. പിന്നെ അദ്ദേഹം അത് അവിടെ വെച്ച് മരിച്ചു. ഇദ്ദേഹം സസ്പെൻഡായി. സോ അദ്ദേഹം MLAയുടെ അടുത്ത് ചെന്ന് തന്നെ ഒന്ന് സഹായിക്കൂ എന്ന് ചോദിക്കും. അപ്പോൾ ആ MLA ഇദ്ദേഹത്തോട് പറയും, तुम पुलिस डिपार्टमेंट में मेरा आदमी बनकर रहो. पुलिस डिपार्टमेंट में तुम्हारा आदमी बनकर रहो. कुत्ता पालेगा तू, कुत्ता अनंत वेलनकर नाम का, जो तेरे इशारे पर दुम हिलाए, पांव चाटे. रंडी चाहिए तुम्हें अनंत वेलनकर नाम की. बड़ुआ चाहिए, तू थूके और मैं चाटूं. तेरा गूं खाऊं मैं.
and he kills him. ആപ്കി അദാലത്തിൽ ഇന്ന് നമ്മൾ വിചാരണ നടത്തിയത് പ്രസിദ്ധ ആക്ടറായ ഓംപുരിയോടാണ്. ഓംപുരി ഇതുപോലെ തന്നെ ജനങ്ങളെ എന്റർടൈൻ ചെയ്യുമെന്നുള്ള വിശ്വാസമുണ്ട്, നല്ല സിനിമകൾ ചെയ്യുമെന്നുള്ള വിശ്വാസമുണ്ട്, അതുപോലെ തന്നെ ജനങ്ങളുടെ മുന്നിൽ എപ്പോഴും സത്യം പറയുമെന്നുള്ള വിശ്വാസവുമുണ്ട്. ഇപ്പോൾ ഈ ഷോ ഇവിടെ അവസാനിക്കുകയാണ്. അടുത്ത എപ്പിസോഡിൽ പുതിയൊരു അതിഥിയോടൊപ്പം വീണ്ടും വന്ന് നിങ്ങളെ കാണുന്നതായിരിക്കും. നന്ദി, നമസ്കാരം.